Praise the Lord. हालेलुया। आप सबको praise the Lord, जय मसीह। കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കരുണയുള്ള കർത്താവിന്റെ സന്നിധിയിൽ ഫെയ്ത്ത് വോയിസ് എന്ന ഈ ഗ്രൂപ്പിൽ കൂടെ വലിയൊരായ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നമ്മെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പിലും പേജിലും കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ ശുശ്രൂഷിക്കുക. ആ ശുശ്രൂഷയെ നമുക്കൊക്കെ ഭാഗവാക്കാകുവാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇന്ന് ഈ സന്ധ്യാവേളയിലും ഒരുമിച്ച് ദൈവത്തെ ബോധപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കരുണയുള്ള കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗോളിയ ഈ ചെറിയ സഭയോടുള്ള ബന്ധത്തില് നമുക്ക് ഒരുമിച്ചായിരിക്കും ആദ്യ കൃപ തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ തമ്പുരാനെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വിലപ്പെട്ട സന്നിധിയിലായിരിക്കും ആദ്യം കൃപ തന്നല്ലോ. ഫെയ്ത്ത് വോയിസ് ഗ്രൂപ്പിനായി, ഫേസ്ബുക്ക് പേജിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചിട്ടുണ്ട്. അനേക കർത്തദാസന്മാർ ദൈവങ്ങൾ കർത്താവിൽ കൂടെ ശുശ്രൂഷിപ്പാൻ ബലം നൽകിയതോർത്ത് നിനക്ക് സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വിരിക്കപ്പെട്ട പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ദൈവവചനം ശ്രദ്ധിപ്പാൻ, ദൈവവചനം ഗ്രഹിപ്പാൻ വിശുദ്ധിയോടെ നിന്നെ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ നിഴലിന് കീഴിൽ ഞങ്ങൾ മറച്ചുകൊള്ളണം. കർത്താവേ, ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിന് പുറകിലെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാഥ, ഇന്ന് ഈ വലിയ വേള ലോകത്തിന്റെ വിവിധ കോണുകളിലായി ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കായിരിക്കുന്ന സകല എന്റെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസേന ഞങ്ങൾ അല്പസമയമായിരിക്കട്ടെ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ബലപ്പെടുത്തുകയും ചെയ്യണം. സകല നന്മകളാൽ നിറയ്ക്കും. മഹത്വമാനോ നിനക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്ത് നാം വായിക്കുന്നല്ലോ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടി വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വിശുദ്ധിയോടെ കർത്താവിനെ സ്തുതിച്ചപ്പോ യഹോവയുടെ ആത്മാവ് തന്റെ ജനത്തിന്മേൽ ഇറങ്ങി അവരെ അനുഗ്രഹിച്ചു. പെന്തക്കോസ്ത് ദിവസം കർത്താവിന്റെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ അഭിഷേകവും അതിന്റെ ശക്തിയും ബലവും ഈ വൈകവേളയിൽ നമ്മുടെ മേലും ദൈവം അഭിഷേകം ചെയ്യുവാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ആത്മാവാകയാൽ അവരെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. No
അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ ദൈവത്തിനെ ആരാധിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നന്മയ്ക്കായിട്ട് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കഴിവോരും എടുക്കോരും യോഗ്യത ഓർത്ത് സ്തോത്രം കർത്താവേ. ഇതുവരെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ അവസരം ഒരുക്കുമ്പോൾ കർത്താവേ അത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവ് കർത്താവ് പേജിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കർത്താവിൽ ഒരു വലിയ അത്ഭുത പ്രവൃത്തി ഉണ്ടാവാൻ രോഗികളായിട്ട് മാറപ്പെടുന്നേ എല്ലാവർക്കും സൗഖ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും കാത്തു സൂക്ഷിച്ചു പരിപാലിക്കണേ. ദൈവത്തിന്റെ ചെറിയ മറച്ചു വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരം കൂടി ഞങ്ങൾ ദൈവസ്ഥലത്തിലേക്ക് വരുന്നു കർത്താവേ. ദൈവത്തിന്റെ വിശ്വാസത്തോടെ എല്ലാ വിഷയവും എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ. സിയോനെ ചെന്നാങ്ങും കാണും അന്നേ കണ്ണീരും മാറും കനാലിൽ എന്ന സിയോനെ ചെന്നാങ്ങും കാണും അന്നേ കണ്ണീരും മാറും കനാലിൽ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവരാകുന്ന ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ നിമിഷം വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചു, നമ്മെ പരിപാലിച്ചു. നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തന്നു. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെയും നമ്മുടെ കൂട്ടുദാസരെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. ആ വലിയ കരുണ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഫെയ്ത്ത് വോയിസ് എന്ന ഈ ഗ്രൂപ്പിൽ കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ഞാൻ കർത്താവ് ദൈവത്തെ
മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വിശേഷാൽ സ്തോത്രം. കാലം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി, സുവിശേഷ വേലയുടെ വളർച്ചയ്ക്കായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും ഒരു നല്ല സമയമാണ് ഈ സമയം. രോഗങ്ങളും പ്രയാസങ്ങളും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ അരുമനാഥന്റെ വരവും നമ്മുടെ കർത്താവിന്റെ വാനവേഗത്തിലുള്ള വരവിനെ കുറിച്ചൊക്കെ കുറെ കൂടി നമുക്ക് വീണ്ടും മനസ്സിലാക്കുവാൻ, കുറെ കൂടെ നമ്മുടെ ദൈവത്തോട് കുറെ കൂടെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനൊക്കെ ഈ അവസരങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകി. ദൈവങ്ങളെ, ദൈവം സകലത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ലോകത്തിലെ മനുഷ്യരെക്കാൾ അധികമായി സ്വർഗത്തിലെ നമ്മുടെ ദൈവം നന്നായിട്ട് അറിയുന്നു. ആ കരുതയുള്ള കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. നമുക്കൊരു വയൽപ്രദേശത്ത് ധ്വാനിക്കാം. കർത്താവിന്റെ വരവിന് നമുക്ക് ഒരുങ്ങാം. അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ മൂന്നാമത്തെ വാക്യം, 3-4 വാക്യം. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 37 വേഴ്സ് 3 and 4. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിരുവെഴുത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവ് വചനങ്ങളിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ജനത്തോട് സംസാരിക്കണമേ. നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദാവീദിന്റെ ഈ സങ്കീർത്തനത്തിൽ നാം ഒരുപാട് ചിന്തകൾ ഈ വചനം ധ്യാനിച്ച് കേട്ടവരാണ്. ഒരുപാട് കൃതദാസന്മാർ ദൈവാത്മാവിൽ ഈ വചനങ്ങളാൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഈ തിരുവെഴുത്തുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ, ഒരുമിച്ച് ഈ ദൈവവചനത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യും. അതൊരു കൽപ്പന. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. ഇന്നത്തെ സമയം, ഇന്നത്തെ കാലത്ത് നന്മ പലപ്പോഴും പലരും ചെയ്യുന്നില്ല. ചെയ്യുന്നവർ മടിക്കുന്നു. വിശേഷാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സകലർക്കും നന്മ ചെയ്യണം, വിശേഷാൽ വിശ്വാസികൾക്ക് നന്മ ചെയ്യണം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അപ്പോ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഒരു ഭാഗമാണ് നാം ദൈവത്തിങ്കൽ ആശ്രയിച്ച് നന്മ ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടു ദാസന്മാർ, എന്തിനേറെ പറയണം, നമ്മുടെ അടുത്ത് ഉള്ള അയൽക്കാരുൾപ്പെടെ നാം നന്മ സ്വീകരിക്കുന്നവർ മാത്രമായി തീരാതെ നന്മ ചെയ്യുന്നവരായി മാറണം. എങ്കിൽ മാത്രമേ നാം വിതയ്ക്കുന്നത്
നമുക്ക് കൊയ്യുവാൻ ഇടയായി തീരുകയുള്ളൂ. ദൈവമക്കളെ, നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ലോകം ചെയ്യുന്നത് പോലെ ആകരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. നാം ചെയ്യുന്ന നന്മ ദൈവത്തിങ്കൽ ആശ്രയിച്ച് ചെയ്യണം. അതേ ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ നന്മ പ്രാപിക്കുന്നവൻ തിരികെ എനിക്ക് നന്മ ചെയ്യും എന്ന ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിങ്കൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ച് ഒരാൾ നന്മ ചെയ്യും, ആ നന്മ അവന് തിരികെ എന്ന് പ്രതീക്ഷിച്ചല്ല. ആ നന്മ ചെയ്യുമ്പോൾ അവനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ തക്ക പ്രതിഫലം നൽകി കൊടുക്കുന്ന ദൈവമാകിയാൽ ആ ദൈവത്തിങ്കൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ നന്മ ചെയ്യുന്നവരായിട്ട് മാറണം. അടുത്തത്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. നാം ദൈവം നമ്മെ ഏത് ദേശത്ത്, ഏത് പട്ടണത്തിൽ, ഏത് ഗ്രാമത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നുവോ ആ സ്ഥലത്ത് പാർത്ത് നീ എന്ത് ചെയ്യണം? വിശ്വസ്തത ആചരിക്കണം. അനേകർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ്. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ചോദിക്കുന്നത്, മിക്ക മനുഷ്യരിലും തങ്ങളിൽ നിന്ന് ദയാലുവായ ഒരുത്തനെ കാണും, എന്ന വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? അപ്പോ ഇന്ന് മനുഷ്യർക്ക് കുറഞ്ഞു പോയ ഒരു കാര്യമാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തത. ദൈവം നമ്മെ ഏത് ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നുവോ ആ ദേശത്ത്, ആ സഭയിൽ, ആ പട്ടണത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തതയുള്ളവരായിട്ട് മാറണം. ദൈവങ്ങളെ, ദൈവം നമുക്ക് എങ്ങനെ വിശ്വസ്തനായി തീരുന്നുവോ അതുപോലെ നാം ദൈവത്തോടും വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത ഒരിക്കലും കുറഞ്ഞു പോകരുത്. നാം പ്രാർത്ഥിക്കുന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും നാം ചെയ്യുന്ന സകല കാര്യങ്ങളിലും നാം വിശ്വസ്തരായിരിക്കണം. ശുശ്രൂഷയിൽ നാം വിശ്വസ്തരായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. കുടുംബ ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. വിശുദ്ധിയിൽ നാം വിശ്വസ്തരായിരിക്കണം. അതോടെ ദൈവം ആഗ്രഹിക്കുന്നു, നാം ഏത് സ്ഥലത്തായിരിക്കുന്നുവോ അവിടെ നാം പാർത്ത് വിശ്വസ്തരായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ അടുക്കൽ പാർക്കുന്ന അയലുകാർ, നമ്മെ കാണുന്ന പ്രിയപ്പെട്ടവർ, നാം ദൈവത്തിന്റെ സാക്ഷികളായവരുടെ മുമ്പിൽ നിന്ന് അവർ നമ്മുടെ സുവിശേഷത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയുള്ളൂ. അവർ നമ്മുടെ നടപ്പുകളെ കണ്ട്, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ജീവിതത്തെ കണ്ട് അവർ യേശുവിനെ അംഗീകരിക്കണമെങ്കിൽ നാം ദേശത്ത് പാർത്ത് ആ ദേശത്ത് തന്നെ വിശ്വസ്തത ആചരിക്കുന്നവരായി മാറണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 29-ാം അധ്യായം അതിന്റെ 7-8 വാക്യം, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകാറാക്കിയ പട്ടണത്തിന് നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മയെ രക്ഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കണം. എവിടെ നമ്മെ ദൈവം കൊണ്ടുപോയോ? ഒരുപക്ഷെ ബദ്ധന്മാരാക്കി കൊണ്ടുപോയതാകാം. പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിലിരിക്കുന്ന ഒരു പട്ടണമാകാം. എന്നാൽ ആ കൊണ്ടുപോയ പട്ടണത്തിന്റെ നടുവിൽ ആ പട്ടണത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്,
ആമസ്തോത്രം. യഹോവയോട് പ്രാർത്ഥിപ്പിൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മ ലഭിക്കും. അതിന് നന്മയുണ്ടെങ്കിൽ ആ കൊണ്ടുപോയ പട്ടണത്തിന് നടുവിൽ ദൈവം നമുക്ക് നന്മ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ നന്മ നമുക്ക് ലഭിക്കാനായി ഇടയായിത്തീരും. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ അരുളിച്ചെയ്ത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും. ദൈവം നമ്മെ കൊണ്ടുപോയ പട്ടണത്തിന് നടുവിൽ, കൊണ്ടുവന്നാക്കിയിരിക്കുന്ന സ്ഥലത്തിന്റെ നടുവിൽ നീ അവിടെ പാർത്തു വിശ്വസ്തത ആചരിച്ചു കഴിഞ്ഞാൽ, ആ പട്ടണത്തിൽ ഒരു നന്മയുണ്ടെങ്കിൽ, ആ പട്ടണത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ നന്മ ദൈവമായിട്ട് നൽകി തീരും. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നു, നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ, ജാതികളുടെ മുൻപിൽ തന്നെ നമ്മെ നിന്ദിക്കുന്ന, നമ്മെ പരിഹസിക്കുന്ന, നമ്മെ നോക്കി ചിരിക്കുന്ന ആ ജാതിയുടെ നടുവിൽ ദൈവം നമ്മെ രക്ഷിക്കും നിശ്ചയം. എപ്പോഴൊക്കെയാ? അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും. നിന്നെ നോക്കി ചിരിക്കുന്ന, നിന്നെ നോക്കി കളിയാക്കുന്ന, നിന്നെ നോക്കി പരിഹസിക്കുന്ന ആ ജാതികളെ കൊണ്ട് നിന്റെ അടുക്കൽ യാചിക്കുന്നു. കുഞ്ഞെ, ദൈവം ഏത് പട്ടണത്തിൽ നമ്മെ ആക്കി വെക്കുന്നു, ഏത് ദൈവസഭയിൽ നമ്മെ ആക്കി വെക്കുന്നു, ഏത് ഗ്രാമത്തിൽ ശുശ്രൂഷയ്ക്കായി ആക്കി വെക്കുന്നു, അവിടെ നാം വിശ്വസ്തരായി തീർന്നാൽ നമ്മുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം, രൂത്തിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോ അവിടെ നവോമി, എലിമേലെക്ക്, മഹലോൻ, കില്യോൻ എന്ന 2 മക്കളടങ്ങുന്ന ഒരു നല്ല കുടുംബം. അവർ പാർത്തത് ബേത്ലഹേമിൽ. അവർ യഹൂദ്യരായ ദൈവമക്കൾ, ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനം. എന്നാൽ ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നപ്പോൾ, ഒരു പ്രതികൂലത്തിന്റെ പരിസ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ നവോമി കുടുംബവും ഒരു തെറ്റായ തീരുമാനമെടുത്തു. എന്തായിരുന്നു തീരുമാനം? അവർ പട്ടണം വിട്ടു, അവർ ബേത്ലഹേമിനെ വിട്ടു, അവർ മോവാബ് ദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. നോക്ക്, അവരെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, അവരെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ, അവരാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരല്പം പ്രയാസം നേരിട്ടപ്പോ ആ പ്രയാസത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവസേന നേരിടുന്നതിന് പകരം അവർ ആ ദേശത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, ഒരു പക്ഷേ നാം പാർക്കുന്ന പട്ടണത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം. ദൈവമക്കളെ, എന്തിനേറെ പറയണം, നാം ആയിരിക്കുന്ന ദൈവസഭയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ അവിടെ കണ്ടുവന്ന് വന്നേക്കാം. ഉടനെ തന്നെ പിറ്റേ ദിവസം ദൈവസഭ വിട്ടുപോകുന്നവരായി മാറുന്നവരല്ല. അങ്ങനെ ആയി തീരരുത്, അത് തെറ്റാണ്. പിന്നെയോ ആ ദൈവസഭയ്ക്കുള്ള പ്രശ്നങ്ങളെ മാറ്റിക്കിട്ടുവാൻ, ആ ദൈവസഭയുടെ പ്രശ്നങ്ങളെ ദൈവം നന്നായി നേരെയാക്കി എടുത്ത് ദൈവസഭയെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുത്തുവാൻ, ആ ദൈവസഭയ്ക്ക് വേണ്ടി മുഴങ്കാലിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുക. അതല്ലാതെ ആ സഭ വിട്ട് നീ മറ്റൊരു സഭയിലേക്ക് ഓടിപ്പോയി നീ ഇട്ടിട്ട് പോരുന്ന ദൈവസഭയെ കുറിച്ച് പണിയും കുച്ചിയും നിന്നെയും പറയുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് നമുക്ക് ദോഷമായിട്ട് മാറും, അത് നമ്മുടെ ആത്മിക നന്മയ്ക്ക് മുടക്കമായി മാറും. അത് അനുഗ്രഹമല്ല. ദൈവമക്കളെ, നവോമി കുടുംബവും ബേത്ലഹേം വിട്ടു, മോവാബ് ദേശത്ത് ചെന്നു, പോകേണ്ടാത്തടുത്ത് പോയി, ചെല്ലേണ്ടാത്തടുത്ത് ചെന്നു, വിടണ്ടാത്തത് വിട്ടു. പിന്നെയോ അവിടെ ചെന്നു വിട്ടത് ശപിക്കപ്പെട്ട മോവാബിന്റെ ദേശത്ത്. തന്റെ 2 ആൺമക്കളെയും
അവിടെ നിന്ന് തന്നെ 2 പെൺകുട്ടികളെ എടുത്ത് വിവാഹം നടത്തി. എന്താ സംഭവിച്ചേ? നവോമിയുടെ ഭർത്താവ് എലീമേലെക്ക് ആദ്യമായി നവോമിയുടെ കുടുംബത്തിൽ ആദ്യ മരണം, കുടുംബനാഥൻ തന്നെ ഇല്ലാതായി. പിന്നീട് 2 ആൺമക്കളെ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2 മരുമക്കൾ. ഒന്ന് അമ്മാവിയമ്മയെ ചുംബനം കൊടുത്തു പിരിഞ്ഞപ്പോൾ മറ്റൊന്ന് അമ്മാവിയമ്മയെ വിട്ടുപിരിയാതെ യഹോവയുടെ ദേശത്തെ അന്വേഷിച്ച് തിരികെ വരികയാണ്. ദേശത്ത് വാർത്ത വിശ്വസ്തയായിരിക്കേണ്ട നവോമി ദേശത്തെ വിട്ടുപോയി കഴിഞ്ഞപ്പോ അവൻ മറ്റൊരുത്തി ജാതിയാണെങ്കിലും ദൈവത്തെ അറിഞ്ഞ് നിന്റെ ദേശം എന്റെ ദേശം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് അവൾ തന്റെ ചർച്ചക്കാരെ പ്രിയപ്പെട്ടവരെ വിട്ട് വാസ്തവമായി പോകേണ്ട ഇടത്ത്, ചെല്ലേണ്ട ഇടത്ത് തന്നെ സകലം ഉണ്ടായിട്ടും എല്ലാം വിട്ടെറിഞ്ഞ് അവൾ ബേത്ലേഹേമിലേക്ക് മടങ്ങിയിരിക്കുക. എന്നാൽ നവോമിയോ എല്ലാം ഉണ്ടായിട്ടും അവൾ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് മോവാബ് ദേശത്തേക്ക് പോയി. വീണ്ടും തന്റെ മരുമകളുമായി താൻ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ നവോമി വരുന്നു എന്ന് പറഞ്ഞ പട്ടണക്കാർ ഇറങ്ങി നോക്കി നവോമിയെ പേർ വിളിക്കുമ്പോൾ നവോമി പറയുക, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്റെ പേര് നവോമി എന്നല്ല, എന്റെ പേര് മാറ എന്നായിപ്പോ. കാരണം എന്താ? ഞാൻ എങ്ങനെ പോയേ? ആമേൻ. ഞാൻ ഇവിടെ നിന്ന് പോയത് എങ്ങനെ? നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവയെ മടക്കി വരുത്തി. ഞാൻ പാർക്കുന്ന പട്ടണത്തിന്റെ നടുവിൽ ഒരു പക്ഷേ ചെറിയ ക്ഷാമം നേരിട്ട് ഒന്നുമല്ല, ഒരു ചെറിയ ക്ഷാമം വന്നുവെങ്കിൽ പോലും ആ നിമിഷം ഞാൻ ഒരു തെറ്റായ തീരുമാനമെടുത്ത് ഞാൻ ഈ ദേശം വിട്ട് ഇറങ്ങി പോകുമ്പോഴും ഒന്നുമില്ലാത്തവളായിട്ടല്ല പോയെ, നിറഞ്ഞവളായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയി. ഇപ്പോഴോ ഞാൻ എല്ലാമുള്ള ദേശത്തേക്ക് പോയി. ചെല്ലേണ്ടാത്ത ഒരു ദേശമായിരുന്നത്, പോകരുതാത്ത ഒരു ദേശമായിരുന്നത്. ഞാനിവിടെ പോയി, ഞാനെല്ലാം ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടവളായി തിരികെ വരേണ്ടി വന്നു. എന്റെ പേര് നവോമി എന്നല്ല, മാറ എന്ന് വിളിപ്പിൻ. ഇപ്പോൾ ഞാൻ കൈപ്പുള്ളവളാ. ഞാൻ വന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ കാണിച്ച് ബേത്ലേഹേമിന്റെ നടുവിൽ സന്തോഷത്തോടെ കഴിഞ്ഞവളാ. എന്നാൽ ആ കാലത്തിലെ അല്പമല്ലാത്ത കഷ്ടം സഹിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിറഞ്ഞവളായി നിങ്ങളെ വിട്ട്, എന്റെ ചാർച്ചക്കാരെ വിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ വിട്ട് ഞാൻ ഈ ദേശത്ത് നിന്ന് മടങ്ങിപ്പോയി. എന്നാലോ ഞാൻ ഒഴിഞ്ഞവളായി മടങ്ങി. ദൈവമക്കളെ, തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം അതിന് 18-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നേ, നിത്യതേജസ്സിന്റെ ഘനമോർത്താൽ വരുവാനിരിക്കുന്ന ദൈവനാമത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല തരണം. അല്ലാതെ ദേശം വിട്ട് ഓടുകയല്ല വേണ്ടേ, സമ വിട്ട് ഓടുകയല്ല വേണ്ടേ. നീ ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തതയായിരിക്കണം. ദൈവം ഇതല്ലേ ദൈവമേ ഞാൻ വിളിച്ചേ. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. മതി. ഒരു മനുഷ്യൻ, ആ ഭക്തൻ ജീവിച്ചതെവിടാ? യെരൂശലേമിൽ. ആ ഭക്തന്റെ ജീവിതം, അവന്റെ പൗരത്വം, അവന്റെ ജീവിതം, അവന്റെ കുടുംബം, അവന്റെ പ്രിയപ്പെട്ടവർ, അവന്റെ ചാർച്ചക്കാരെല്ലാവരും യെരൂശലേമിലുള്ളപ്പോൾ, സമാധാനത്തിന്റെ നഗരത്തിലുള്ളപ്പോൾ, ശാലേം രാജാവിന്റെ ആ നല്ല പട്ടണത്തിൽ പാർക്കുന്നവൻ ഒരു ദിവസം ചിന്തിക്കുക, എന്ന് ഞാൻ ഇവിടെ അല്ലേ പാർക്കുന്നേ, എനിക്ക് ഇവിടെ വിട്ടൊന്ന് പോകണം, മറ്റുള്ള സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നത് എനിക്കൊന്ന് അറിയണം,
മറ്റുള്ള സ്ഥലത്തെ ഓരോ കാര്യങ്ങൾ എനിക്കൊന്ന് കാണണം. ഈ ലോകത്തിന്റെ മോഹം അറിയാതെയോ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വലിഞ്ഞു കയറിയപ്പോ അവൻ യെരൂശലേമിൽ വിട്ടു. എങ്ങോട്ടാ പിടിച്ച പട്ടണം? എരിഹോ. എരിഹോവിൽ പോകാനാണ് ഇഷ്ടം. യെരൂശലേമിൽ ആരാധനയെക്കാളും എരിഹോവിലുള്ള പാപമാണ് ഇഷ്ടം. എരിഹോവിലുള്ള ലോകത്തിന്റെ ലോകപ്രകാരമുള്ള ജീവിതമാണ് ഇഷ്ടം. കുഞ്ഞെ, നിന്നെ ദൈവം വിളിച്ചത് കൂടെ ദേശം വിട്ടു പോകാനല്ല, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കാൻ. അവൻ യെരൂശലേം വിട്ട് എരിഹോവിലേക്ക് പോയപ്പോൾ പട്ടണത്തിന്റെ വാതിൽ വിട്ട് വെളി വന്നപ്പോ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു, ശത്രുവിന്റെ കയ്യിലകപ്പെട്ടു. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന വിശുദ്ധി വേർപാടും നഷ്ടപ്പെടുത്തി. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തത നഷ്ടപ്പെടുത്തി. കുഞ്ഞേ, നീ പട്ടണത്തിന് വെളിയിൽ പോയാൽ നിന്നെ നോക്കിയിരിക്കുക പിശാച്. ഞാൻ പറഞ്ഞ കാര്യമല്ല. ശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ കർത്താവിന്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്, അനരസിംഹം എന്ന പോലെ ആരെ വിഴുകേണ്ടെന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുന്ന പൈശാചികൻ അവസരം കിട്ടിയാൽ അവൻ തകർക്കുവാൻ നോക്കി നടക്കുക. പക്ഷേ നീ യെരൂശലേമിന്റെ അകത്ത് തന്നെ ആണെങ്കിൽ, നീ ബേത്ലഹേമിനകത്ത് തന്നെ ആണെങ്കിൽ, ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ആണെങ്കിൽ, ദൈവസഭയുടെ വിശുദ്ധിക്കൊത്തവണ്ണം ദൈവസഭയ്ക്കകത്ത് തന്നെ ആണെങ്കിൽ, ദൈവാത്മാവിന് കീഴ്പ്പെടുന്നവനാണെങ്കിൽ, ദൈവസഭയ്ക്ക് കീഴ്പ്പെടുന്നവനാണെങ്കിൽ, ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവനാണെങ്കിൽ, ദൈവദാസന്മാർക്ക് കീഴ്പ്പെടുന്നവനാണെങ്കിൽ നീ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടത്തില്ല. ഇല്ല എങ്കിൽ നീ ദൈവസഭയ്ക്ക് കീഴ്പ്പെടാതെ, ദൈവദാസന്മാർക്ക് കീഴ്പ്പെടാതെ, വിശുദ്ധന്മാർക്ക് കീഴ്പ്പെടാതെ, ദൈവവചനത്തിന് കീഴ്പ്പെടാതെ നടന്നാൽ പിശാച് നിന്റെ നോട്ടം വെച്ചിരിക്കാൻ സംശയമൊന്നുമില്ല. നീ 25 വട്ടം ബൈബിൾ വായിച്ചാലൊന്നും പ്രയോജനമില്ല. നീ കീഴ്പ്പെടേണ്ടവന് കീഴ്പ്പെടണം. കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, നീ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ സഹോദരൻ യെരൂശലേം വിട്ട് എരിഹോവിൽ പോയപ്പോ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. പിന്നെയോ അവരെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ അവരെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. കിടന്നപ്പോ നല്ല വസ്ത്രം യെരൂശലേമിൽ ഉള്ളപ്പോ ആരും വസ്ത്രം അടിച്ച് അവനെ നശിപ്പിക്കുവാനില്ലായിരുന്നു. കാരണം അവിടെ ദൈവാത്മാവുണ്ട്, ദൈവവചനമുണ്ട്, ഉപദേശമുണ്ട്, ശാസനയുണ്ട്. ഇതെല്ലാം ഉണ്ട് ദൈവസഭയിൽ. എന്നാൽ ദൈവസഭ വിട്ട് കൂട്ടം വിട്ട് നടക്കുന്നവരൊക്കെ അകൃത്യത്തിൽ അവരെ വസ്ത്രം ഒഴിച്ചു, പിന്നെ അവരെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടു. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. കുഞ്ഞെ, യെരൂശലേമിൽ പാർക്കുമ്പോ നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ മുറിവേൽപ്പിക്കുവാൻ, നിന്നെ അർത്ഥപ്രാണനായി വിട്ടുപോകുവാൻ ഈ ലോകത്തിൽ ആരും അവിടെ കയറുകയില്ലായിരുന്നു. കാരണം ദൈവസഭ അതിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം ജീവിക്കുക. അതിന്റെ വേലിക്കെട്ട് പൊളിക്കാൻ ആർക്കും കഴിയുകയില്ല. അതാ യേശു പറഞ്ഞ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നാൽ യെരൂശലേം വിട്ടു കഴിഞ്ഞാൽ, ബേത്ലഹേം വിട്ടു കഴിഞ്ഞാൽ പിശാച് നോക്കിയിരിക്കുക. നിന്റെ വസ്ത്രം അഴിച്ചു, നിന്നെ മുറിവേൽപ്പിച്ചു, നിന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തുവാൻ പിശാച് നോക്കി നടക്കുകയാണ്. എന്നാൽ അതിനകപ്പെടാതിരിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുക, നീ യഹോവയെ ആശ്രയിച്ച് നന്മ ചെയ്യണം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. ദൈവമക്കളെ, നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഏത് സ്ഥലത്തും, ദൈവം നമ്മെ ഏത് സഭയിൽ, ഏത് ശുശ്രൂഷയിൽ, ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നുവോ അത് ചെയ്ത്
കഷ്ടത വന്നാലും പ്രതികൂലം വന്നാലും ഈ ലോകത്തിലെല്ലാരും തള്ളിക്കളഞ്ഞാലും നിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു കോട്ടം തട്ടരുത്. പ്രാണനെ കൊടുക്കേണ്ടി വന്നാൽ പോലും വിശ്വസ്തതയ്ക്ക് കോട്ടം തട്ടരുത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന വിളി കേൾക്കണമെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മഹത്വമുള്ള ശുശ്രൂഷകൾ, ആ മഹത്വമുള്ള സാക്ഷിയുള്ള ആ നല്ല ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും. എന്നെ കേൾക്കുന്ന ദൈവത്തിനെ, എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരെ, ഞങ്ങൾ ശ്രമിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കളുമായുള്ളവരെ, എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷമായി ജീവിക്കും എന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദാനിയേലിനെ പോലെ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ പോലെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് നിലനിൽക്കാം. വിശ്വസ്തയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന് മുൻപാകെ നമ്മെ ഏൽപ്പിച്ചത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവയെങ്കിൽ ആശ്രയിച്ചു, യഹോവയെങ്കിൽ ആശ്രയിച്ച് ദേശത്ത് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. കർത്താവ് നമ്മോട് കൽപ്പിച്ച ആ വലിയ കൽപ്പന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി, ദൈവസഭയുടെ വളർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. യഹോവയെങ്കിൽ ആശ്രയിച്ച് ദേശത്ത് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കും. കർത്താവേ, നിന്റെ കൽപ്പനയ്ക്ക് മുൻപാകെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറക്കണമേ. നിന്റെ ഉള്ളംകരത്തിൽ ഞങ്ങളെ പൊതിയണമേ. നിന്റെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം വിശ്വസ്തതയോടെ, വിശുദ്ധിയോടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ ചെറുകിൽ മറക്കണമേ. ഫെയ്ത്ത് വോയിസ് എന്ന ഈ ഗ്രൂപ്പിനെ, ഫേസ്ബുക്ക് പേജിനെയും ഓർത്ത് സ്തോത്രം. ഇതിന്റെ പിറകിൽ അധ്വാനിക്കുന്ന കർത്തദാസനായി, തന്റെ കുടുംബത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കുമാറാകണമേ. പിതാവേ, ഇതിൽ ശ്രമിക്കുന്ന സകല കർത്തദാസന്മാരെയും ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കും. സകല നന്മ നിറയ്ക്കാം. കഷ്ടപ്പെടുന്ന ദൈവദാസന്മാർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ, രോഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. യഹോവ അവർക്കൊരു സങ്കേതവും ബലവും, അവർക്ക് നല്ല വൈദ്യനും നല്ല വിശ്വസ്തനായ ദൈവമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കും. മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പേജിൽ കൂടെ ശുശ്രൂഷിപ്പാൻ അവസരം നൽകി തന്ന ഇതിന്റെ പ്രിയപ്പെട്ട കർത്തദാസനെയും അവർ പ്രിയപ്പെട്ട ദൈവത്തെ ഓർത്ത് സ്തോത്രം. അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.